രണ്ടാമത്തെ ചോദ്യം ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് എന്നുള്ളതിന് നമുക്കറിയാം കമാൻഡ് ABS ബ്രാക്കറ്റിൽ എക്സ്, അല്ലെങ്കിൽ നമുക്ക് എൻ്ററിൻ്റെ മുകളിലുള്ള വെർട്ടിക്കൽ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് മോഡ് എക്സ് കൊടുക്കുകയും ആകാം. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് എന്ന് നമ്മൾ എൻ്റർ ചെയ്തു. നമുക്കതിൻ്റെ ഗ്രാഫ് കിട്ടി. വി ഷേപ്പ്ഡ് ഗ്രാഫാണെന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്തായി പറഞ്ഞിരിക്കുന്നു ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് A ആൻഡ് B വിത്ത് മിനിമം -5 മാക്സിമം 5 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. 2 സ്ലൈഡറുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡർ ടൂൾ എടുക്കുന്നു. ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ സ്ലൈഡറിൻ്റെ പേര് A എന്നാണ്. മിനിമം -5 മാക്സിമം 5 അവിടെ ഉണ്ട്. ഇനി ഇൻക്രിമെൻറ്റിൻ്റെ അവിടെ നമ്മൾ 0.01 എന്ന് കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് A എന്ന സ്ലൈഡർ കിട്ടി. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഗ്രാഫിക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്ലൈഡറിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി B എന്ന് വന്നിട്ടുണ്ട്. മിനിമം -5 മാക്സിമം 5. ഇൻക്രിമെൻറ്റിൻ്റെ അവിടെ നമ്മൾ 0.01 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 സ്ലൈഡറുകൾ കിട്ടി. വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ g of x യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് g of x ഈക്വൽ ടു f of x plus a plus b. ഈ കമാൻഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് Ctrl+C എടുത്ത് വീണ്ടും ഇൻപുട്ട് ബാറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് ബാറിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. g of x ഈക്വൽ ടു f of x plus a plus b എന്ന കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് g of x എന്നുള്ള ഗ്രാഫ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡർ ടൂളിൻ്റെ കൂടെയുള്ള ഇൻപുട്ട് ബോക്സ് എന്നുള്ള ടൂൾ എടുക്കുന്നു. നമ്മൾ ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഫംഗ്ഷൻ്റെ പേര് എഫ് എന്ന് കൊടുക്കുന്നു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ABS എക്സ് എന്നുള്ള ഫംഗ്ഷനെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമുക്ക് എഫിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. പേപ്പറിൽ നമ്മൾ ആൻസറിൻ്റെ അവിടെ എഴുതണം ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതണം. അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് എയും ബിയും ചോദ്യമുണ്ട്. എക്കകത്ത് 2 ചോദ്യമുണ്ട്. എയിൽ പറഞ്ഞിരിക്കുന്നത് ഫിക്സ് ദ വാല്യൂ ഓഫ് A at 0 ആൻഡ് B at 4. A എന്ന സ്ലൈഡർ 0യിലും B എന്ന സ്ലൈഡർ 4ലും വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂവിനെ 0യിലേക്ക് ആക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബിയുടെ വാല്യൂവിനെ 4ലേക്കും ആക്കുന്നു. A 0യിലും B നമ്മൾ ഇപ്പോൾ 4ലും വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം കമ്പയർ ദ ഗ്രാഫ് ഓഫ് g of x വിത്ത് ദ ഗ്രാഫ് ഓഫ് f of x. g of xൻ്റെ ഗ്രാഫ് f of xൻ്റെ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ 2 ഒരേ ഷേപ്പിലുള്ള ഗ്രാഫുകളാണ്. g of xൻ്റെ ഗ്രാഫ് f of xൻ്റെ ഗ്രാഫിനേക്കാളും 4 യൂണിറ്റ് മുകളിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ പേപ്പറിൽ നമുക്ക് എഴുതാം ഗ്രാഫ് ഓഫ് g of x ഇസ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ഓഫ് f of x 4 യൂണിറ്റ്സ് അപ്പ്, അല്ലെങ്കിൽ g of x ഇസ് ഷിഫ്റ്റഡ് 4 യൂണിറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ, അതായത് f of xനേക്കാളും 4 യൂണിറ്റ് മേളിലാണ് g of x ഉള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. വീണ്ടും ഇവിടെ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് g of x. g of xൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണ്? നമുക്കറിയാം ഇവിടെ ബ്ലൂ കളറിലുള്ള ഗ്രാഫാണ് g of xൻ്റെ ഗ്രാഫ്. ഒരു ഗ്രാഫിനകത്തുനിന്ന് ഡൊമെയിൻ എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ കൂടി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ് വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ആ ഗ്രാഫിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന y വാല്യൂസ് ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്ലൂ കളർ ഗ്രാഫിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ് വാല്യൂ ആയിട്ട് -∞ മുതൽ +∞ വരെയുള്ള മുഴുവൻ റിയൽ നമ്പേഴ്സും വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 6 ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ ∞ വരെയുള്ള വാല്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഡൊമെയിൻ = 6, റേഞ്ച് = ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 4 ∞.
സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അതാണ് ഇവിടെ റേഞ്ചായിട്ട് വരുന്നതെന്ന് നമുക്കറിയാം. വീണ്ടും രണ്ടാമത്തെ ബി ക്വസ്റ്റൻ ആയിട്ട് ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ് വിത്ത് ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് 2 മൈനസ് എക്സ് പ്ലസ് 1. അതായത് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് മോഡുലസ് ഓഫ് 2 മൈനസ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന എയുടെയും ബിയുടെയും വാല്യൂസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ താഴെ ഇൻപുട്ട് ബാറിൽ മോഡുലസ് ഓഫ് 2 മൈനസ് എക്സ് പ്ലസ് 1 എന്ന് ഇൻപുട്ട് ചെയ്ത് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ താഴെ ഇൻപുട്ട് ബാറിൽ കൊടുക്കുകയാണ് ABS ബ്രാക്കറ്റിൽ 2 മൈനസ് എക്സ് പ്ലസ് 1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 മൈനസ് എക്സ് പ്ലസ് 1 എന്നുള്ള ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലൂ കളർ ഗ്രാഫിനെ ഈ ഗ്രാഫുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. ഇവിടെ ഓറഞ്ച് കളറിലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത ഗ്രാഫ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ എയും ബിയും നീക്കുമ്പോൾ നമ്മുടെ ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നീങ്ങുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ എയുടെ വാല്യൂവിനെ -2ലേക്ക് കൊണ്ടുവന്നപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എച്ച് ഓഫ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ നേരെ മുകളിൽ വന്നിട്ടുണ്ട്. വീണ്ടും ബി എന്ന സ്ലൈഡർ നീക്കുമ്പോൾ അത് താഴേക്ക് വന്നിട്ട് അത് മോഡുലസ് ഓഫ് 2 മൈനസ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫുമായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ബിയുടെ വാല്യൂ 1 എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എ ഈക്വൽ ടു -2 ബി ഈക്വൽ ടു 1 എന്നുള്ളത് ആണ്. എ ഈക്വൽ ടു -2ഉം ബി ഈക്വൽ ടു 1ഉം ആകുമ്പോൾ ഈ ഗ്രാഫുകൾ കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വീണ്ടും മൂന്നാമത്തെ ചോദ്യം യൂസിങ് ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഡെഫിനേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു റൂട്ട് എക്സ്. അതായത് ഇൻപുട്ട് ബോക്സിനകത്ത് എഫ് ഓഫ് എക്സിനെ റൂട്ട് എക്സ് എന്ന് ചേഞ്ച് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജിയോജിബ്ര വിൻഡോയിൽ എഫിൻ്റെ ഇൻപുട്ട് ബോക്സിൽ മോഡ് എക്സ് എന്ന് കിടക്കുന്നതിനെ റൂട്ട് എക്സ് എന്നാക്കുന്നു. റൂട്ട് കൊടുക്കാനായിട്ട് നമുക്കറിയാം SQRT എന്നതാണ് കമാൻഡ്. SQRT ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ എച്ച് ഓഫ് എക്സിൻ്റെ ഗ്രാഫൊക്കെ നമുക്കിവിടെ ഹൈഡ് ചെയ്ത് കളയാം. അത് നമുക്കിവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഓൾജിബ്ര വ്യൂവിൽ നിന്ന് നമ്മളത് ഹൈഡ് ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ ചോദ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് ആർ 2 ഇൻഫിനിറ്റി ആൻഡ് 1 ഇൻഫിനിറ്റി റെസ്പെക്റ്റീവ്ലി. അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഗ്രാഫിൻ്റെ ഡൊമൈൻ നമുക്ക് കിട്ടേണ്ടത് അത് 2 ഇൻഫിനിറ്റി ആയിട്ടും റേഞ്ച് 1 ഇൻഫിനിറ്റി ആയിട്ടും വരുന്ന എയുടെയും ബിയുടെയും വാല്യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ എയും ബിയും വാല്യൂസ് നീക്കുകയാണെങ്കിൽ നമുക്ക് ജി ഓഫ് എക്സ് മാറുന്നത് കാണാൻ പറ്റും. നമുക്കറിയാം ഡൊമൈൻ എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂസാണ്. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ കാണുന്നത് അതിൻ്റെ എക്സ് വാല്യൂസ് തുടങ്ങുന്നത് 2-ൽ നിന്നാണ്. അതായത് ഡൊമൈൻ 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അതുപോലെ ഇതിൻ്റെ വൈ വാല്യൂസ് 1-ൽ നിന്നാണ് തുടങ്ങുന്നത്, 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അതായത് ഈ രീതിയിൽ ഡൊമൈനും റേഞ്ചും ആക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞപ്പോൾ എയുടെ വാല്യൂ -2ഉം ബിയുടെ വാല്യൂ 1ഉമാണ്. അതായത് ഡൊമൈൻ 2 ടു ഇൻഫിനിറ്റിയും റേഞ്ച് 1 ടു ഇൻഫിനിറ്റിയുമായിട്ട് ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എ ഈക്വൽ ടു -2 ബി ഈക്വൽ ടു 1 എന്നതാണ് നമ്മുടെ ആൻസർ. വീണ്ടും നാലാമത്തെ ചോദ്യം ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. പുതിയ ഒരു ജിയോജിബ്ര വിൻഡോ എടുത്തിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഇൻപുട്ട് ബാറിൽ അടിച്ചു കൊടുക്കുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ഷിഫ്റ്റ് 6 എക്സ് സ്ക്വയർ പ്ലസ് 1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ എ ആയിട്ട് ഡ്രോ ദ റിഫ്ലക്ഷൻ ജി ഓഫ് എക്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓൺ ദ എക്സ് ആക്സിസ് യൂസ് എ സ്യൂട്ടബിൾ ഇൻപുട്ട് കമാൻഡ്. ഇവിടെ നമുക്ക് 3 ഇൻപുട്ട് കമാൻഡുകൾ കോമായിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ എക്സ് ആക്സിസിൽ വരുന്ന കറക്റ്റായിട്ടുള്ള റിഫ്ലക്ഷൻ
ഏത് ഇൻപുട്ട് കമാൻഡിലാണ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ കോമയായിട്ട് എഴുതിയിരിക്കുന്ന 3 ഇൻപുട്ട് കമാൻഡുകളിൽ ഒരു ഇൻപുട്ട് കമാൻഡാണ്. അതിനകത്ത് രണ്ടാമത്തെ ഇൻപുട്ട് കമാൻഡാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് g(x) - f(x) എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ആ കമാൻഡ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും g(x) - f(x) കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് f(x)ൻ്റെ റിഫ്ലക്ഷനായിട്ട് g(x) വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതേണ്ടത്, ആൻസർ പേപ്പറിൽ എഴുതേണ്ടത് g(x) - f(x) എന്നതാണ്. വേണമെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു പടം റഫായിട്ട് വരയ്ക്കാം. അത് വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം. റൈറ്റ് ദ റേഞ്ച് ഓഫ് g(x)ൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഈ ജിയോജിബ്ര വിൻഡോ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും g(x) എന്ന് പറയുന്ന ഗ്രാഫ്, അതായത് ഗ്രേ കളറിൽ താഴെയുള്ള ഗ്രാഫ്, അത് തുടങ്ങുന്നത് -∞ എന്നാണ്. -∞ നിന്നും -1 വരെയാണ് അതിൻ്റെ y വാല്യൂസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞ -1 ആണ്. ആ ആൻസർ നമ്മൾ പേപ്പറിൽ എഴുതണം. -∞ to -1. ഇങ്ങനെയാണ് നമ്മൾ ഈ ലാബിൻ്റെ ആൻസറുകൾ എഴുതേണ്ടത്.